ഉത്തര കൊറിയൻ പരമാധികാരി കിം ജോങ് ഉൻ മകൾ കിം ജു എയെ ഔദ്യോഗിക പിൻഗാമിയായി തെരഞ്ഞെടുത്തതായി ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഏജൻസിയായ നാഷണൽ ഇന്റലിജൻസ് സർവീസ് റിപ്പോർട്ട്. 13 വയസ്സ് മാത്രം പ്രായമുള്ള ജുവയെ അനന്തരാവകാശി എന്ന നിലയിലേക്ക് ഉയർത്തുന്ന നടപടികൾ ആരംഭിച്ചതായാണ് കണ്ടെത്തൽ. നേരത്തെ ജുവയെ പരിശീലനം ലഭിക്കുന്ന വ്യക്തി എന്നായിരുന്നു NIS വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പിൻഗാമി നിർണയ ഘട്ടത്തിലേക്ക് കടന്നതായാണ് ദക്ഷിണ കൊറിയൻ നിയമസഭാംഗങ്ങളെ രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചത്. ഈ മാസം അവസാനം നടക്കാനിരിക്കുന്ന ഉത്തര കൊറിയൻ ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ കോൺഗ്രസിൽ ജുവയുടെ സ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവന്നേക്കാം. 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ വലിയ രാഷ്ട്രീയ പരിപാടിയിലാണ് രാജ്യത്തിന്റെ ഭാവി നയങ്ങൾ തീരുമാനിക്കുന്നത്. സൈനിക പരേഡുകൾ, മിസൈൽ പരീക്ഷണങ്ങൾ, ചൈന സന്ദർശനം തുടങ്ങിയ നിർണായക ചടങ്ങുകളിൽ കിം ജോങ് ഉന്നിനൊപ്പം ജുവെ സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പലപ്പോഴും പിതാവിനൊപ്പം തുല്യ പ്രാധാന്യത്തോടെ നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവരുന്നത്. ചില ഔദ്യോഗിക നയങ്ങളിൽ ജുവെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുന്നതായും ദക്ഷിണ കൊറിയൻ ഏജൻസികൾ നിരീക്ഷിക്കുന്നു. ഭരണകൂടത്തിലെ രണ്ടാമത്തെ ഉയർന്ന നേതാവിനെ പോലുള്ള പരിഗണനയാണ് മകൾക്ക് ലഭിക്കുന്നത്. 2013 ഉത്തര കൊറിയ സന്ദർശിച്ച അമേരിക്കൻ ബാസ്കറ്റ്ബോൾ താരം ഡെന്നിസ് റോഡ്മാനാണ് കിമ്മിന് ജുവെ എന്നൊരു മകളുണ്ടെന്ന വിവരം ലോകത്തെ അറിയിച്ചത്. 2022 ഒരു മിസൈൽ വിക്ഷേപണ ചടങ്ങിൽ പിതാവിന്റെ കൈപിടിച്ച് നടന്നുകൊണ്ടാണ് ജുവെ ആദ്യമായി ക്യാമറകൾക്ക് മുന്നിലെത്തുന്നത്. സാധാരണ കുട്ടികൾക്ക് അനുവദനീയമല്ലാത്ത നീളമുള്ള മുടിയും വില കൂടിയ ഡിസൈനർ വസ്ത്രങ്ങളും ധരിച്ചാണ് മകൾ പൊതുവേദികളിൽ എത്തുന്നത്. കിം ജോങ് ഉന്നിന് ജുവയേക്കാൾ പ്രായമുള്ള ഒരു മകൻ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ അവനെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല. പുരുഷാധിപത്യം നിലനിൽക്കുന്ന ഉത്തര കൊറിയൻ സമൂഹത്തിൽ ഒരു പെൺകുട്ടി ഭരണാധികാരിയാകുന്നത് വലിയ മാറ്റമായിരിക്കും.